ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ ചില വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന നിലയിൽ ചർച്ചകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനുമായും അടുത്ത ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന മൊഴി വരികയാണ്. കടകംപള്ളി 2 തവണ വീട്ടിൽ വന്നിരുന്നു. മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയെ അറിയാമായിരുന്നുവെന്നും പോറ്റി SITക്ക് മൊഴി നൽകുകയാണ്. അനന്തകൃഷ്ണമരങ്ങളുമായി ചേർന്നത്. അതിന് കോൺഗ്രസ് പാളയത്തിലേക്ക്, കോൺഗ്രസ് വിൻഡോയിലേക്ക് കാര്യങ്ങൾ തിരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ഇനി അന്വേഷണം നടക്കട്ടെ. അക്കാര്യത്തിൽ നമുക്ക് മുൻവിധിയോടുകൂടി പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ കടകംപള്ളിയൊക്കെ നിരപരാധിയാണ് എന്ന നിലയിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഈ പോറ്റിയുടെ മൊഴി എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ അപരാധിയാണോ നിരപരാധിയാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കട്ടെ. പക്ഷേ പോറ്റി കടകംപള്ളിയുമായുള്ള മുൻ ദേവസ്വം മന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നു? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായിട്ട് 2 പേരുടെ മൊഴി SITയുടെ പക്കലുണ്ട്. അതിൽ ഒന്ന് ഈ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റൊന്ന് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പത്മകുമാറിന്റെ മൊഴി നേരത്തെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ് കഴിഞ്ഞ നവംബറിൽ തന്നെ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ബന്ധം SITക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായി 2017 മുൻപ് തന്നെ ബന്ധമുണ്ട്. അതായത് മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം, തിരുവനന്തപുരംകാരൻ എന്ന നിലയിൽ പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. അയാൾ ബാംഗ്ലൂരിലായിരുന്നു, അവിടുത്തെ മേൽശാന്തിയായിരുന്നു, ശബരിമലയിലായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരംകാർക്കെല്ലാം കടകംപള്ളിയെ ഇപ്പോൾ പത്രത്തിലും TV-യിലും ഒക്കെ കണ്ട് പരിചയം കാണും. അതിനപ്പുറത്തേക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എങ്ങനെ ബന്ധം? അക്കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പ്രകാരം ദേവസ്വം ബോർഡ് മന്ത്രിയായതിനു ശേഷം കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ പുളിമാത്ത വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് എന്താവശ്യത്തിനാണ് എന്നത് സംബന്ധിച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ദേവസ്വം മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ പുളിമാത്ത വീട്ടിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ അടുത്ത പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് SITക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതായത് അതുമാത്രമല്ല, A. പത്മകുമാറിന്റെ മൊഴിയും ഈ കടകംപള്ളി സുരേന്ദ്രന് എതിരായിരുന്നു. അതായത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമാകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മന്ത്രി കടകംപള്ളിക്കും ഒപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്കും അറിയാമെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി.